ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മനമസ്കാരം. ഭഗവാന്റെ സവിശേഷ അവതാരങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ബ്രഹ്മദേവൻ തുടരുകയാണ്. അടുത്തതായി ഭഗവാന്റെ മത്സ്യാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മദേവന്റെ ഒരു പകൽ എന്ന് പറയുന്നത് 14 മനുക്കളിലൂടെ ഉണ്ടാകുന്ന മന്വന്തരങ്ങളാണ്. ഓരോ മനുവിൻ്റെയും മന്വന്തരം കഴിയുന്ന സമയം ഒരു പ്രളയമുണ്ടാകും. അങ്ങനെ ഓരോ മന്വന്തരത്തിൻ്റെയും അന്ത്യത്തിൽ ഭൂലോകം വരെയുള്ള ലോകങ്ങൾ മഹാപ്രളയത്തിൽ സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ ഒരു മന്വന്തരത്തിൻ്റെ അവസാനം അടുത്ത മന്വന്തരത്തിൻ്റെ പിതാവാകാൻ പോകുന്ന സത്യവ്രതൻ എന്ന പേരുള്ള വൈവസ്വത മനു കാണുകയാണ് ഭഗവാൻ മത്സ്യരൂപവും എടുത്തു വരുന്നത്. ഭൂമിക്ക് ആശ്രയമായ ഭഗവാൻ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും അതുപോലെ ബ്രഹ്മദേവന്റെ വായിൽ നിന്ന് നിർഗമിക്കുന്ന വേദങ്ങളെയും പരിരക്ഷിക്കുകയും ആ മഹാപ്രളയത്തെ ആസ്വദിക്കുകയും ചെയ്തു. ഇവിടെ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. കാരണം ഇനി നമ്മൾ ഭാഗവതത്തിലേക്ക് കടക്കുമ്പോൾ അവതാരങ്ങളെക്കുറിച്ചും അവതാര കർമ്മങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ മനസ്സിലാക്കാൻ പോവുകയാണ്. അടുത്തതായി ഭഗവാന്റെ കൂർമ്മ അവതാരത്തെക്കുറിച്ചാണ് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. അമൃതം നേടാനായി ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം നടത്തി. അതിനായി കടക്കോലായി മന്ദരപർവ്വതത്തെയും വാസുകി എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ചു. അമൃത് കടഞ്ഞെടുക്കാനായി വാസുകിയെ കയറായി ഉപയോഗിച്ച് പർവ്വതത്തെ മുൻപോട്ടും പിൻപോട്ടും തിരിക്കുമ്പോൾ മന്ദരപർവ്വതത്തിന് ശരീരത്തിൽ ഒരു ഉരസൽ അനുഭവപ്പെട്ടു. ആ ഉരസലിൻ്റെ സുഖത്തിൽ പർവ്വതത്തിന് ഉറക്കം വന്ന് താഴേക്ക് താണുപോവുകയും ചെയ്തു. അത് കണ്ട ഭഗവാൻ മന്ദരപർവ്വതം ഒന്ന് വിശ്രമിച്ചു കൊള്ളട്ടെ എന്ന് കരുതി ഒരു ആമയായി വന്ന് താഴേക്ക് താണുപോയ പർവ്വതത്തെ തൻ്റെ പുറം കൊണ്ട് താങ്ങി നിർത്തി. ആയതിനാൽ പർവ്വതത്തിന് വിശ്രമവും കിട്ടി, പാലാഴി മഥനത്തിന് തടസ്സവും ഉണ്ടായില്ല. അടുത്തതായി ദേവന്മാരുടെ മഹാഭയത്തെ ഇല്ലാതാക്കാൻ ഭഗവാൻ നരസിംഹ അവതാരമാണ് കൈക്കൊണ്ടത്. ഹിരണ്യകശിപു എന്ന വാക്കിൻ്റെ അർത്ഥം സ്വർണത്തിൻ്റെയും മൃദുവായ ശയ്യയുടെയും പിറകെ പായുന്നവൻ എന്നാണ്. അതായത് ഭൗതിക സുഖസൗകര്യങ്ങളുടെ പിറകെ പായുന്നവൻ എന്നർത്ഥം. ഭഗവാനുമായി യാതൊരുവിധ ബന്ധവും വയ്ക്കാത്ത ഇത്തരക്കാർ പിന്നീട് പൂർണ്ണ അഹങ്കാരികളായി മാറി ഭഗവാനെ വരെ വെല്ലുവിളിച്ച് സാത്വികരായ ആളുകളെ ദ്രോഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരിക്കൽ പ്രഹ്ലാദൻ ദൈവനിശ്ചയത്താൽ അത്തരമൊരു അസുരനായ ഹിരണ്യകശിപുവിൻ്റെ പുത്രനായി ജനിച്ചു. ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തൻ ആരെന്ന ചോദ്യത്തിന് അന്നും ഇന്നും എന്നും ഒരേ ഒരു പേരെ പറയാനുള്ളൂ, അത് പ്രഹ്ലാദനാണ്. കാരണം അസുരനായി ജനിച്ചിട്ടും ഭക്തി വർദ്ധിപ്പിക്കാൻ അനുയോജ്യമായ യാതൊരുവിധ സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യത്തിൽ പൂർണ്ണ അർപ്പണം ചെയ്ത ഭക്തനാണ് പ്രഹ്ലാദൻ. ബാലനായ പ്രഹ്ലാദൻ്റെ ഭഗവത് ഭക്തി കണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് തൻ്റെ കഴിവിൻ്റെ പരമാവധി ഭക്ത പ്രഹ്ലാദനെ ദ്രോഹിച്ചു. ആ കൊടിയ പീഡനം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ കയ്യിൽ ഗദയേന്തിക്കൊണ്ട് ഭഗവാനെ ദ്വന്ദ്വയുദ്ധത്തിനായി വെല്ലുവിളിച്ചു നിൽക്കുന്ന ഹിരണ്യകശിപുവിനെ വകവരുത്താനായി ഭഗവാൻ ശ്രീഹരി നരസിംഹാവതാരം സ്വീകരിച്ചു. ആ ഹിരണ്യകശിപുവിനെ തൻ്റെ തുടയിൽ കിടത്തി ഉഗ്രക്രോധത്തോടെ പുരികങ്ങൾ ചുളിച്ച് വായ് പിളർന്ന് ഘോരമായ ദംഷ്ട്രകൾ കാണിച്ചുകൊണ്ട് വജ്രതുല്യമായ നഖങ്ങളാൽ ആ അസുരരാജാവിൻ്റെ മാറിടം പിളർത്തിക്കളഞ്ഞു ഭഗവാൻ. അടുത്തതായി ബ്രഹ്മദേവൻ നാരദർക്ക് വർണ്ണിച്ചു കൊടുത്തത് ഗജേന്ദ്രമോക്ഷം കഥയാണ്. നമുക്കറിയാം, ഭാഗവതം എന്നാൽ ഭഗവാന്റെ മാത്രമല്ല ഭഗവത് ഭക്തരുടെ കൂടി കഥയാണ്. അങ്ങനെ ഒരു ഭക്തൻ്റെ കഥയാണ് ഗജേന്ദ്രമോക്ഷം. ഒരിക്കൽ നദിയിൽ വെച്ച് ശക്തനായ ഒരു മുതലയാൽ ആക്രമിക്കപ്പെട്ട് ഗജേന്ദ്രൻ കഠോരമായ വേദന അനുഭവിച്ചു. ആനയ്ക്ക് മുതലയേക്കാൾ ശക്തിയുണ്ടെങ്കിലും ജലത്തിലായിരിക്കുമ്പോൾ മുതലയ്ക്കാണ് ശക്തി കൂടുതൽ. പൂർവജന്മത്തിൽ മഹാഭക്തനായിരുന്ന ഗജേന്ദ്രന്
കർമ്മഫലത്താൽ വലിയ ഒരു വിഷമ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നപ്പോൾ തന്നെ മറ്റാർക്കും രക്ഷിക്കാനാകില്ല എന്ന് കണ്ട് ഭഗവത് ഭക്തനായ ഗജേന്ദ്രൻ ഭഗവാന്റെ നാമം ജപിച്ചു. തുമ്പിക്കൈയിൽ ഒരു താമരപ്പൂ എടുത്ത് ഭഗവാനെ ഇപ്രകാരം വിളിച്ചു സ്തുതിച്ചു: അല്ലയോ ആദിപുരുഷ, അഖില ലോകനാഥ. ഗജപതിയുടെ പ്രാർത്ഥന ശ്രവിച്ച ഭഗവാൻ അവൻ മഹാ ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും തൻ്റെ സഹായം അവന് ആവശ്യമാണെന്നും മനസ്സിലാക്കി. ഭഗവാൻ ശ്രീഹരി സുദർശന ചക്രവുമേന്തി പൂർണ്ണ സജ്ജനായി പക്ഷിരാജാവായ ഗരുഡൻ്റെ ചിറകിലേറി ഗജേന്ദ്രൻ്റെ സമീപത്തേക്ക് തൽക്ഷണം പറന്നെത്തുകയും ഗജപതിയെ രക്ഷിക്കാനായി തൻ്റെ സുദർശന ചക്രത്താൽ മുതലയുടെ വായ ഛേദിക്കുകയും ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈയിൽ പിടിച്ചുയർത്തി അവനെ രക്ഷിക്കുകയും ചെയ്തു. അടുത്തതായി അതിഥിയുടെ പുത്രന്മാരായ 12 ആദിത്യന്മാർക്ക് താഴെ ജ്യേഷ്ഠന്മാരുടെ സർവ്വഗുണങ്ങളെയും അധികരിച്ച് അതിഥിയുടെ ഇളയ പുത്രനായി ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചു. വാമനമൂർത്തിയായ ഭഗവാൻ ഒരു യാചക ബ്രാഹ്മണൻ എന്ന കപടഭാവത്തിൽ മഹാരാജാവ് ബലിയോട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. നമുക്കറിയാം, സർവ്വപ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥനായ ഭഗവാന് ബലിയുടെ കൈവശമുള്ള മുഴുവൻ രാജ്യവും നേടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ഭഗവാൻ അത് ചെയ്തില്ല. കാരണം സത്യസന്ധനും പൂർണ്ണധർമ്മിഷ്ഠനുമായ മഹാരാജാവ് ബലി അവയെല്ലാം സ്വന്തമാക്കിയത് ന്യായമായ അധികാരം ഉപയോഗിച്ചാണ്. അതിനുവേണ്ടി അദ്ദേഹം ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടുമില്ല. ആയതിനാൽ ബലിയുടെ കയ്യിൽ നിന്നും യുദ്ധം ചെയ്ത് ആ പ്രദേശം കൈക്കലാക്കാൻ ഭഗവാന് പോലും സാധ്യമല്ല. തത്ഫലമായി ഒരു യാചകനായി വന്ന് 3 അടി മണ്ണ് എന്ന രൂപത്തിൽ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ബലിയുടെ ആത്മീയ ഗുരുവായ ശുക്രാചാര്യർ ഈ വന്നിരിക്കുന്നത് മഹാവിഷ്ണു ആണെന്ന് മനസ്സിലാക്കി ബലിയെ തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് കേട്ടില്ല. സ്വന്തം വാഗ്ദാനമൊഴികെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ബലി മഹാരാജാവ് വാമനൻ ആവശ്യപ്പെട്ട സ്ഥലം ദാനമായി നൽകാൻ സമ്മതിക്കുകയും ചെയ്തു. ഉടനെ വാമനമൂർത്തി 2 അടിയാൽ 14 ലോകങ്ങളും അളന്നെടുത്തു. 3ാമത്തെ പാദം വയ്ക്കാൻ സ്ഥലം തരാൻ ബലിയോട് ആവശ്യപ്പെട്ടു. ആ പരമപുരുഷന്റെ പാദാംബുജങ്ങൾ കഴുകിയ ജലം സ്വന്തം ശിരസിൽ തെളിച്ച് 3ാമത്തെ ഭഗവത് പദന്യാസത്തെ സഫലീകരിക്കുവാനായി രാജാവ് സ്വന്തം ശിരസ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു. ഭഗവാൻ സ്വന്തം പാദങ്ങളാൽ ബലിയെ അനുഗ്രഹിക്കുകയും സുതലമെന്ന ശ്രേഷ്ഠലോകത്തിലേക്ക് ബലിയെ ഉയർത്തുകയും ചെയ്തു. ഭഗവാനിൽ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരുവന് ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത സർവ്വതും പ്രാപ്തമാകുകയും ചെയ്യുമെന്ന് ബലിയുടെയും വാമനമൂർത്തിയുടെയും ചരിതം നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തതായി ഭഗവാൻ ഹംസരൂപിയായി അവതരിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. ബ്രഹ്മദേവൻ പറഞ്ഞു: അല്ലയോ നാരദ, നിന്റെ ഉത്തമ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ ഹംസാവതാരമെടുത്തു വന്ന് ആത്മീയ തത്വത്തെയും മോക്ഷത്തെ പ്രാപിക്കാനുള്ള മാർഗമായ ഭാഗവത തത്വത്തെയും നിനക്കായി ഉപദേശിച്ചു തന്നു. ആ ഭഗവാന്റെ തത്വത്തെ അറിയാൻ ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞാൽ മാത്രമേ സാധ്യമാകൂ. അത് മനസ്സിലാക്കി തരാനാണ് ഭഗവാൻ ഹംസരൂപിയായി അവതരിച്ചത്. പിന്നെ ഓരോ മന്വന്തരത്തിൻ്റെയും പിതാവായ മനുക്കളായി അവതരിച്ചതും ഭഗവാൻ തന്നെ എന്ന് പറയുന്നു. അദ്ദേഹം സ്വന്തം സുദർശന ചക്രത്താൽ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സ്വന്തം ആധിപത്യം സ്ഥാപിച്ചു. മനുക്കളായി അവതരിച്ച ഭഗവാന്റെ യശസ് ത്രിലോകങ്ങൾക്കും മുകളിലുള്ള ഉത്കൃഷ്ടമായ സത്യലോകം വരെ വ്യാപിച്ചു കിടന്നു. ഇനി ഭഗവാൻ ധന്വന്തരി മൂർത്തിയായി അവതരിച്ചതിനെക്കുറിച്ച് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ ശ്രീഹരി ധന്വന്തരി മൂർത്തിയായി അവതരിച്ച് മഹാരോഗങ്ങൾ ബാധിച്ച മനുഷ്യരുടെ രോഗങ്ങൾ ധന്വന്തരി എന്ന നാമം പറയുമ്പോൾ തന്നെ ഇല്ലാതാക്കുന്നു. ദേവന്മാർക്ക് ദീർഘായുസ് പ്രാപ്തമാക്കിയതും ആ ധന്വന്തരി മൂർത്തിയാണ്. ആയുർവേദം എന്ന ജ്ഞാനത്തിന് ആരംഭം കുറിച്ചതും ധന്വന്തരി മൂർത്തിയാണ്. അടുത്തതായി ഭഗവാൻ പരശുരാമനായി അവതരിച്ചതിനെക്കുറിച്ച് പറയുന്നു. ക്ഷത്രിയന്മാരായ രാജാക്കന്മാർ അധാർമികമായി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ, ബ്രാഹ്മണരെ ദ്രോഹിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ പരശുരാമ അവതാരമെടുത്തു വന്ന് അദ്ദേഹത്തിൻ്റെ മൂർച്ചയേറിയ പരശുവാൽ 21 പ്രാവശ്യം ക്ഷത്രിയരോട് യുദ്ധം ചെയ്ത് അവരെ കൊന്നൊടുക്കുകയും ചെയ്തു. അടുത്തതായി ഭഗവാൻ ശ്രീരാമ അവതാരമെടുത്ത് ഇനി വരും എന്ന ബ്രഹ്മദേവൻ നാരദമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഇതുവരെ പറഞ്ഞ അവതാരങ്ങൾ സംഭവിച്ചു കഴിഞ്ഞവയായിരുന്നു. ഇനി
ബ്രഹ്മാവ് പറയാൻ പോകുന്ന ഭഗവാന്റെ അവതാരങ്ങൾ നടക്കാൻ പോകുന്ന അവതാരങ്ങളാണ്. ഇപ്പോൾ ബ്രഹ്മദേവനും നാരദ മഹർഷിയും തമ്മിലുള്ള ഈ സംവാദം സത്യയുഗത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സത്യയുഗത്തിൽ എടുത്ത ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞു കൊടുത്തത്. ഇനി രണ്ടാമത്തെ യുഗമായ ത്രേതായുഗത്തിലെ ശ്രീരാമ അവതാരവും മൂന്നാമത്തെ യുഗമായ ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണ അവതാരങ്ങളെക്കുറിച്ചും കലിയുഗ അവതാരങ്ങളെക്കുറിച്ചുമാണ്, അതായത് ഭഗവാൻ ഇനി എടുക്കാൻ പോകുന്ന അവതാരങ്ങളെക്കുറിച്ചാണ് ബ്രഹ്മദേവൻ പറയുന്നത്. മഹാരാജാവ് ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ സീതാദേവിയുടെ നാഥനായി തൻ്റെ അംശാവതാരങ്ങളോടൊപ്പം ശ്രീരാമചന്ദ്രനായി ഭഗവാൻ അവതരിക്കും. അംശങ്ങളായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ 3 അനുജന്മാരായും അവതരിക്കും. പിതാവ് ദശരഥ മഹാരാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് അദ്ദേഹം സീതാദേവിയോടും അനുജനോടും ഒപ്പം വനത്തിലേക്ക് യാത്രയാവും. വളരെ വർഷങ്ങൾ അവിടെ വസിക്കും. അതിപ്രബലനും ദശമുഖനുമായ രാവണൻ ഭഗവാനോട് കലഹിച്ച് വിനാശത്തെ പ്രാപിക്കുകയും ചെയ്യും. ഇങ്ങനെ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ സൈന്യബലത്താൽ ഭൂമിക്ക് കൂടുതൽ വരുന്ന ഭാരം ചുമക്കേണ്ടതായി വരുമ്പോൾ ഭൂമിയുടെ ദുരിതം ലഘൂകരിക്കാനായി മാത്രം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ അംശങ്ങളോടൊപ്പം ഭൂമിയിൽ അവതരിക്കും. അങ്ങനെയുള്ള ഭഗവാന്റെ പൂർണ്ണ അവതാരമാണ് ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാരം. ഭഗവാൻ ജനിച്ച് അന്നു മുതൽ അത്ഭുത ലീലകൾ കാണിച്ചതിനാൽ ഭഗവാന്റെ ഈ അവതാരത്തെ പൂർണ്ണ അവതാരം എന്ന് വിളിക്കുന്നു. ഭഗവാൻ കൃഷ്ണന്റെ അത്ഭുത ലീലകളെക്കുറിച്ച് ഒന്നൊന്നായി ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. മാതാവിൻ്റെ മടിയിലിരിക്കുന്ന പ്രായത്തിൽ പൂതനയെ പോലൊരു രാക്ഷസിയെ വധിക്കാനും വെറും 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ശകടത്തെ ഒറ്റ പാദപ്രഹരത്താൽ മറിച്ചിടാനും മുട്ടിലെഴിഞ്ഞു നടക്കുന്ന പ്രായത്തിൽ ആകാശം മുട്ടേ വളർന്നു നിന്നിരുന്ന 2 അർജുന വൃക്ഷങ്ങളെ വേരോടെ പിഴുതെറിയാനും അദ്ദേഹത്തിന് സാധ്യമാകും. ഇതൊന്നും ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അതുപോലെ ഇടയബാലന്മാരും മൃഗങ്ങളും യമുനാ നദിയിലെ വിഷജലം പാനം ചെയ്ത് അബോധാവസ്ഥയിലായപ്പോൾ ഭഗവാൻ അവരെ പുനരുജ്ജീവിപ്പിക്കുകയും യമുനാ നദിയിൽ വിഷം വമിക്കുന്ന കാളിയ സർപ്പത്തെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യും. കാളിയനെ ശാസിച്ച അതേ രാത്രിയിൽ തന്നെ അമ്പാടിയിലെ നിവാസികളെല്ലാം നിദ്രയിലാണ്ടിരിക്കുമ്പോൾ അവിടെ കാട്ടുതീ പടർന്നു പിടിക്കുകയും ഭഗവാൻ ബലരാമനോടൊപ്പം അവരെയെല്ലാം ആ കാട്ടുതീയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. ഇതെല്ലാം ഭഗവാന്റെ പൂർണ്ണാവതാരമായ കൃഷ്ണനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? സ്വന്തം വളർത്തമ്മയായ യശോദാദേവിക്ക് വായ തുറന്ന് അതിൽ മുഴുവൻ പ്രപഞ്ചത്തെ കാണിച്ചു കൊടുത്തതും തൻ്റെ വളർത്തച്ഛനായ നന്ദഗോപരെ വരുണദേവന്റെ ഭീഷണിയിൽ നിന്നും രക്ഷിച്ചതും കൃഷ്ണൻ തന്നെയാണ്. മയന്റെ പുത്രനാൽ പർവ്വത ഗുഹകളിൽ അടയ്ക്കപ്പെട്ട ഗോപകുമാരന്മാരെ മോചിപ്പിച്ചതും ഭഗവാൻ തന്നെ. ഇങ്ങനെ കൃഷ്ണന്റെ ഈ കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ ആ ദിവ്യത്വം തെളിയിക്കുകയും ചെയ്യും. പിന്നീട് ഭഗവാൻ സ്വയം സത്യവതിയുടെ പുത്രനായ വ്യാസദേവനായി അവതരിച്ച് വേദങ്ങൾ അല്പായുസ്സുള്ള അല്പബുദ്ധികളായ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ അത്യന്തം പ്രയാസകരമാണെന്ന് മനസ്സിലാക്കി വേദത്തെ 4 പകുത്തു നൽകുകയും ചെയ്യും. തുടർന്ന് കലിയുഗത്തിൽ ഭഗവാൻ തന്നെയാണ് ശ്രീബുദ്ധനായി അവതരിക്കാൻ പോകുന്നതെന്നും ബ്രഹ്മദേവൻ പറഞ്ഞുകൊടുത്തു. വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അതിൽ നിപുണരായവർ ഭഗവാന്റെ നിഷ്കളങ്ക ഭക്തന്മാരെ ദുരിതപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ശ്രീബുദ്ധനായി അവതരിച്ച് വൈദിക കർമ്മങ്ങൾക്ക് വിരുദ്ധമായ ഒരു ധർമ്മത്തെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കും. അവിടെ വേദകർമ്മങ്ങൾക്കോ പഠനങ്ങൾക്കോ പ്രാധാന്യമില്ല. എല്ലാ മനുഷ്യരും തുല്യരായി പരിഗണിക്കപ്പെടുന്ന ഒരു ധർമ്മത്തെയാണ് പ്രചരിപ്പിക്കാൻ പോകുന്നത്. അനന്തരം കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ മഹാഭക്തരുടെ വസതിയിൽ പോലും ഈശ്വരനാമജപമോ ഭഗവത് വിഷയങ്ങളോ കാണപ്പെടാതെയാവും. അന്നേരം രാജ്യം ഭരിക്കുന്നത് തമോവാസനയുള്ള ശൂദ്രന്മാരായിരിക്കും. അങ്ങനെ ധർമ്മം പൂർണ്ണമായും നശിച്ചു പോകുന്ന നേരം ഭഗവാൻ പരമശാസകനായി കൽക്കിയായി അവതരിക്കും. ഇത്രയുമാണ് പ്രധാന അവതാരങ്ങളായി ബ്രഹ്മദേവൻ നാരദമുനിക്ക് പറഞ്ഞുകൊടുത്തത്. തുടർന്നുള്ള ഭഗവാന്റെ അവതാര ലീലകൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം. പ്രണാമം.